ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ഉടമസ്ഥതയും നമ്മുടെ ഉത്തരവാദിത്വവും എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞ ഉപമയാണിത്. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ ഏൽപ്പിച്ച് ദൂരദേശത്തേക്ക് പോകുന്നു. വിളവെടുപ്പിന്റെ കാലമായപ്പോൾ തൻ്റെ അവകാശം വാങ്ങിവരുവാൻ അവൻ ദാസന്മാരെ അയച്ചു. കുടിയാന്മാർ അവരിൽ ചിലരെ ദ്രോഹിക്കുകയും മറ്റു ചിലരെ കൊന്നുകളയുകയും ചെയ്തു. ഒടുവിൽ തോട്ടമുടമ തൻ്റെ പ്രിയപുത്രനെ തന്നെ നിയോഗിച്ചയക്കുന്നു. എന്നാൽ അവനെയും കുടിയാന്മാർ കൊന്നുകളഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ആ കുടിയാന്മാരെ നശിപ്പിക്കുകയും തൻ്റെ അവകാശം യഥാകാലം നൽകുന്നവർക്ക് മുന്തിരിത്തോട്ടം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഉപമയെ ആസ്പദമാക്കി 2 ചെറിയ ചിന്തകൾ ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത ക്ഷമ. ഈ ഉപമയിലെ യജമാനൻ ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുടിയാന്മാർ ഫലം നൽകാതിരുന്നിട്ടും യജമാനൻ ഉടനെ അവരെ നശിപ്പിച്ചില്ല. വീണ്ടും ഫലം ചോദിച്ച് ദാസന്മാരെ അയക്കുകയും അവസാനം തൻ്റെ ഏകപുത്രനെ തന്നെ അയക്കുവാനും യജമാനൻ സന്നദ്ധനാകുന്നു. ദൈവം മനുഷ്യനോട് കാണിക്കുന്ന അളവില്ലാത്ത ക്ഷമ ഈ ഉപമ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ലോകത്തിൻ്റെ പാപങ്ങളെ പോക്കുവാൻ തൻ്റെ ഏകപുത്രനെ നൽകുന്ന ദൈവം സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പരകോടിയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതവും ഏറെയൊന്നും വ്യത്യസ്തമല്ല. തികഞ്ഞ പരിഗണനയോടെ ദൈവം നമ്മെ പരിപാലിക്കുമ്പോഴും നാം പലപ്പോഴും ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കുന്ന നമ്മുടെ മനസാക്ഷിയെ എത്ര വട്ടം നാം ധിക്കരിച്ചിരിക്കുന്നു. ദൈവം നൽകിയ എത്രയെത്ര നല്ല പ്രചോദനങ്ങളെ നാം അവഗണിച്ചിരിക്കുന്നു. എന്നിട്ടും ദൈവം ഇന്നും നമുക്ക് ജീവനും കൃപയും നൽകുന്നത് ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത ക്ഷമ കൊണ്ട് മാത്രമാണ്. യഹോവ യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞതുപോലെ, ചക്രത്തിൽ കളിമണ്ണ് കുഴച്ചു വെച്ചുണ്ടാക്കുന്ന പാത്രങ്ങൾ ശരിയാകാതെ വരുമ്പോൾ അത് വീണ്ടും ഇഷ്ടരൂപത്തിൽ മെനഞ്ഞെടുക്കാൻ കിണയുന്ന കുശവനെ പോലെ ദൈവം വർത്തിക്കുന്നു. നമ്മുടെ തെറ്റുകൾ കണ്ട ഉടനെ നമ്മെ ശിക്ഷിക്കാതെ നമുക്ക് മാനസാന്തരപ്പെടാൻ ആയുസ്സും ആരോഗ്യവും നൽകി ദൈവം കാത്തിരിക്കുന്നു. തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചത് മനുഷ്യവർഗത്തോട് ദൈവം കാണിക്കുന്ന അവസാനിക്കാത്ത പ്രത്യാശയുടെ അടയാളമാണ്. നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും ക്രിസ്തുവിലൂടെ അവ ക്ഷമിക്കാനും നമ്മെ വീണ്ടും സ്വീകരിക്കുവാനും ദൈവം തയ്യാറാണ്. ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമാണ്. രണ്ടാമതായി, ദൈവത്തിന് നമ്മിലുള്ള ദൃഢവിശ്വാസം. ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം ദൈവത്തിന് നമ്മിലുള്ള വിശ്വാസത്തിൻ്റെ ആഴമാണ്. അവകാശം വാങ്ങിവരാൻ പറഞ്ഞുവിട്ടവർ പലരും അവഹേളിതരായി, അടിയേറ്റു, കൊല്ലപ്പെട്ടു. അതുകൊണ്ടൊന്നും ആ കുടിയാന്മാർ കൊള്ളരുതാത്തവർ ആണെന്ന് എഴുതിത്തള്ളാൻ തോട്ടമുടമയ്ക്ക് കഴിയുമായിരുന്നില്ല. എൻ്റെ പ്രിയപുത്രനെ അവർ മാനിക്കും എന്ന ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം അവനെ പറഞ്ഞയച്ചു. എന്നാൽ അവകാശി മരിച്ചാൽ തോട്ടം തങ്ങളുടേതാകും എന്ന് ചിന്തിച്ച് അവനെ കൊന്നുകളയാൻ പോന്ന ഹൃദയശൂന്യരായിരുന്നു ആ കുടിയാന്മാർ. യേശു പറഞ്ഞ ഈ ഉപമ തൻ്റെ ആത്മകഥ തന്നെയാണ്. ഈ ഉപമ പറഞ്ഞിട്ട് ദിവസങ്ങൾക്കകം പിതാവ് ഈ ലോകത്തിലേക്ക് അയച്ച പ്രിയപുത്രനെ ഹൃദയശൂന്യരായ മനുഷ്യർ കൊന്നുകളഞ്ഞു. യജമാനൻ കൃഷിക്കാരെ ഏൽപ്പിച്ചത് വെറുമൊരു നിലമല്ല, മറിച്ച് വേലികെട്ടി ചക്ക് ഒഴിച്ച് ഗോപുരവും പണിത ഒരു പൂർണ്ണമായ മുന്തിരിത്തോട്ടമാണ്. ദൈവം മുന്തിരിത്തോട്ടം ഒരുക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം മുൻകൂട്ടി നൽകിയിട്ടുണ്ട്. ദൈവം നമ്മെ വിശ്വസിച്ചാണ് ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ, സമയം, കുടുംബം, സഭ എന്നിവയെല്ലാം ദൈവം നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. തോട്ടം സ്വന്തമാക്കാൻ ശ്രമിച്ച കുടിയാന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം നാം തന്നെ ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രതീക്ഷകൾ നാം തകർക്കുകയാണ്. യജമാനൻ തോട്ടം ഏൽപ്പിച്ചത് അതിൻ്റെ ഫലം ആസ്വദിക്കുവാനാണ്. ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതമാകുന്ന തോട്ടത്തിൽ ഫലം അന്വേഷിച്ചു വരുന്നുണ്ടെന്ന കാര്യം നാം വിസ്മരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും യഥാകാലം ആത്മീയ ഫലങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നു.
ഫലം കൊടുക്കാത്തവരിൽ നിന്നും രാജ്യം എടുത്തു മാറ്റപ്പെടും എന്ന മുന്നറിയിപ്പോടെയാണ് ഈ ഉപമ അവസാനിക്കുന്നത്. ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേലാണ് നമ്മുടെ ജീവിതം പണിയേണ്ടത്. ആ കല്ലിനെ തള്ളിക്കളയുന്നവർക്ക് തകർച്ചയുണ്ടാകും. എന്നാൽ അതിൽ ആശ്രയിക്കുന്നവർക്ക് അത് രക്ഷയുടെ അടിസ്ഥാനമായി മാറും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഫലങ്ങൾ കൃത്യസമയത്ത് നൽകി അവിടുത്തെ വിശ്വസ്ത ദാസന്മാരായി ജീവിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ അതിരുകളില്ലാത്ത ക്ഷമയെയും സ്നേഹത്തെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും അങ്ങയുടെ ദാനങ്ങളെ മറന്ന് ജീവിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന ഈ ജീവിതം അവിടുത്തെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.